പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് നക്ഷത്ര ജാതകരെ ഒന്ന് പരിചയപ്പെടാം. അവരുടെ ഭാഗ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും കണ്ണു തള്ളിപ്പോകും. വരും ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം കൊണ്ട് സാമ്പത്തിക പുരോഗതിയും അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും മികവ് തെളിയിക്കുന്ന തരത്തിൽ ഓരോ അവസരങ്ങളും ലഭിക്കുന്ന നക്ഷത്ര ജാതകർ. ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അവരുടെ ഭാഗ്യ നമ്പറുകൾ എല്ലാം വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. 74, 11, 14 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന നമ്പറുകൾ തിരഞ്ഞെടുത്താൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് വരുന്ന ഒരാഴ്ചക്കാലം ലോട്ടറി അടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഭാഗ്യസമയം തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. ധനവരവിൽ ഇരട്ടി ഭാഗ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ ഒക്കെ ലഭിക്കും. അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കും. ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ സാധിക്കും. കലാരംഗത്ത് അംഗീകാരം, പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം, സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ, കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം, മറുനാട്ടിൽ ശുഭകാര്യ യോഗം, പ്രണയവിവാഹത്തിന് സാധ്യതയും അശ്വതി നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. സ്പോൺസർമാരിൽ നിന്നും അനുകൂല മറുപടി ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം, കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ, കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈയെടുത്ത് വിജയിപ്പിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാരം, അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം, കാർഷിക വരുമാനം വർദ്ധിപ്പിക്കും. തൊഴിൽ രംഗത്ത് സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറാൻ അവസരങ്ങളുണ്ട്. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ല സമയമാണ്. അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത, എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായ മറുപടി നൽകാൻ സാധിക്കും. വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വകാര്യ വാഹനം മുഖേന ആദായം, പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ്, ചലച്ചിത്ര രംഗത്ത് നേട്ടം, വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരാൻ സാധിക്കും. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കാൻ അവസരങ്ങളുണ്ട്. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 59, 14, 71 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന ഭാഗ്യ നമ്പറുകൾ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല സമയമാണ്. കലാപ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കും. വാടക വരുമാനം വർദ്ധിക്കും. ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തേണ്ടതായിട്ട് വരും. ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ്.
സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കാൻ സാധിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും. രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ അവസരമുണ്ട്. ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് വിജയിപ്പിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർ 64, 30, 20, 13 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന ഭാഗ്യ നമ്പർ തിരഞ്ഞെടുത്താൽ ഈ ആഴ്ച ഒരു ചെറിയ തുകയെങ്കിലും ലോട്ടറി ഭാഗ്യത്തിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്ര ജാതകരാണ് മകയിരം നക്ഷത്ര ജാതകർ. ഇവർക്ക് കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം, സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം, ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കും. കടബാധ്യതകൾ തീർക്കാൻ സഹായം ലഭിക്കും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം, സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ്, വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ്, മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും. ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ലഭിക്കും. ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗം, വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തി എന്നിവ ലഭിക്കും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ളൊരു യോഗം ദൈവകൃപയാൽ കാണുന്നുണ്ട്. അതിനായിട്ട് ഇവർ സുബ്രഹ്മണ്യന് ഭസ്മാർച്ചനയും ഷഷ്ഠീവ്രതവും, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് 70, 98, 00 എന്നീ സംഖ്യകൾ ഒക്കെയുള്ള നമ്പറുകൾ തിരഞ്ഞെടുത്താൽ ഇവർക്ക് നല്ല നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യത്തിലൂടെ ലഭിക്കും. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വിജയം, ഗുണകരമായ യാത്രകൾ നടത്താൻ അവസരം, പ്രബല ബിസിനസ് ഗ്രൂപ്പുമായി കരാർ പണികൾ ഏറ്റെടുക്കാൻ അവസരം, അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം, അന്യസംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടം, ഏജൻസി ഇടപാട് കൃത്യമായ അഴിച്ചുപണി നടത്താൻ സാധിക്കും. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കും. സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കണം. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. സൂര്യസംക്രമണം മൂലം നല്ലൊരു ഭാഗ്യ അവസരം ധനനേട്ടത്തിന് ഇവർക്ക് കാണുന്നുണ്ട്. 47, 48, 54, 64 എന്നീ ഭാഗ്യ നമ്പറുകൾ ഈ ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ തരത്തിൽ ഒരു സഹായം ഇവർക്ക് ലഭ്യമാകും. അത് ലോട്ടറി ഭാഗ്യത്തിലൂടെയാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത, സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ, ഇഷ്ടക്കാരിൽ നിന്നും സമ്മാനം ലഭിക്കാൻ സാധ്യത, പുത്തൻ വാഹനയോഗം, തീരുമാനങ്ങൾ തന്ത്രപരമായിട്ട് നടപ്പാക്കാൻ അവസരങ്ങൾ എന്നിവ ലഭിക്കും. മംഗല്യകാര്യത്തിൽ അപ്രതീക്ഷിത പുരോഗതി, കലാരംഗത്ത് ഉണർവ്, നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി, പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ, കളത്ര സ്വത്തിൽ അവകാശ സിദ്ധിക്കാൻ യോഗം എന്നിവ വന്നു ചേരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മഹാദേവന് മൃത്യുഞ്ജയ അർച്ചന, കൂവളമാല എന്നിവ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് 47, 77, 11, 95 എന്നീ നമ്പറുകൾ തിരഞ്ഞെടുത്താൽ ഇവർക്ക് സാമ്പത്തിക പ്രയാസം തരണം ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യത്തിൻ്റെ വഴി ലോട്ടറിയുടെ രൂപത്തിൽ ലഭിക്കും. സന്താനത്തിൻ്റെ കുടുംബകാര്യത്തിൽ ആത്മസംയമനം ഈ ദിവസങ്ങളിൽ പാലിക്കണം. മുൻകാല ബാധ്യതകൾ തീർക്കാൻ നഷ്ടക്കച്ചവടം വരാതെയും ശ്രദ്ധിക്കണം.
അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. വ്യവഹാര വിഷയം അവസാനിപ്പിക്കണം. കുടുംബകാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടാകും. ഷെയർ മാർക്കറ്റിലെ തിക്ത അനുഭവങ്ങളിൽ നിന്നും കരകയറുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് വേണ്ടി മൃത്യുഞ്ജയാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കാതെ ഇരിക്കുക. ജീവിതത്തിൽ ഗുണം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.